ഗുരുവായൂർ നിർമ്മാലയം തൊഴാനെത്തി. റെഡി. ജോലി കഴിഞ്ഞ് 6 മണിയോട് കൂടി ഞാൻ ഗുരുവായൂർക്കുള്ള ബസ് പിടിച്ചു. കണ്ണൻ അപ്പോഴേക്കും തളിക്കുളത്ത് നിന്നും ബസ് കയറി ഗുരുവായൂർക്ക് പുറപ്പെട്ടിരുന്നു. കാരണം ഞാൻ വൈകുമെന്ന് എനിക്ക് തോന്നി. നല്ല ബ്ലോക്കായിരുന്നു. 7:15 കണ്ണൻ അമ്പലത്തിലെത്തിയപ്പോൾ കണ്ണനോട് ദർശനത്തിന് കയറുവാനായി പറഞ്ഞു. ഞാൻ എന്തായാലും 8 മണി കഴിയുമെന്ന് ഉറപ്പായിരുന്നു. 8:20 ഞാൻ പടിഞ്ഞാറേ നടയിലെത്തി. അവിടെ നിന്നും ഞാൻ പായസ കൗണ്ടറിനടുത്ത് കണ്ണനെ നോക്കിയെങ്കിലും കണ്ടിരുന്നില്ല. അങ്ങനെ ഞാൻ നേരെ പാഞ്ചജന്യത്തിലേക്ക് വച്ചടിച്ചു. സെക്യൂരിറ്റി ചേട്ടനോട് നിർമ്മാല ദർശന ക്യൂവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ചേട്ടൻ കൈ ചൂണ്ടിക്കാണിച്ചു. ദേ ഇപ്പം തന്നെ ലൈൻ തുടങ്ങിയിരിക്കുന്നു. സമയം ഇപ്പോൾ 8:21. പക്ഷെ ഇപ്പോൾ തന്നെ നിർമ്മാല ദർശനത്തിനുള്ള ക്യൂ തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ പാഞ്ചജന്യം ഗസ്റ്റ് ഓഫ് തപ്പിയുള്ള യാത്രയിലാണ്. ഇതാ കണ്ടെത്തി. റൂം ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു. 1365 രൂപയാണ് 3 ബെഡ്റൂമുള്ള ഒരു റൂമിനായത്. സാധാരണ റൂമാണ് എടുത്തിരുന്നത്. ഓഷൻ ഡെപ്പോസിറ്റായി 500 രൂപയും കൊടുത്ത് ഞാൻ റൂമിലേക്ക് നടന്നു. റൂമിൽ എത്തിയ ഉടനെ ഞാൻ ഫ്രഷപ്പ് ആവാൻ കയറി. കാരണം സമയം വൈകിയ കാരണം ഇനി അമ്പലത്തിൽ കയറിയുള്ള ദർശനം സാധ്യമല്ല. നിർമ്മാല്യ ദർശനത്തിലുള്ള ക്യൂവിൽ കയറാം. അതിനിടയിൽ ഭക്ഷണം കഴിക്കുവാനും പോകണം. ഞാൻ കുളി കഴിഞ്ഞെത്തിയപ്പോഴേക്കും കണ്ണൻ അമ്പലത്തിൽ നിന്ന് എത്തിയിരുന്നു. ഞങ്ങൾ വേഗം റെഡിയായി അമ്പലത്തിലേക്ക് നടന്നു. കണ്ണൻ്റെ കൂട്ടുകാരൻ ഷജിൽ അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷജിലിന് അമ്പലത്തിനകത്തായിരുന്നു ഡ്യൂട്ടിക്ക് ശേഷം അമ്പലത്തിൽ നേരിച്ച പ്രസാദം ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാനായി പുറത്തേക്ക് നടന്നു. തട്ടുകടയിൽ നിന്നുള്ള ദോശയും കഴിച്ച് അമ്പലത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് കൃഷ്ണനാട്ടമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അത് കണ്ടിട്ടില്ല. അവസാനം ഞങ്ങളത് കാണുവാൻ തീരുമാനിച്ചു. ഞങ്ങളവിടെ അമ്പലത്തിനുള്ളിലിരുന്ന് കൃഷ്ണനാട്ടം കണ്ടു. അതിനുശേഷം ദർശനത്തിനായി കയറി. ദർശനത്തിന് ശേഷം 5:15 ഞങ്ങൾ വീണ്ടും ജനറൽ ക്യൂവിൽ കയറി. ആ ദർശനം 4 മണിക്കൂറിന് ശേഷമാണ് കിട്ടിയത്. 9 മണി ആയി. പിന്നെയും റൂമിലെത്തി ഞങ്ങൾ ഫ്രഷപ്പായ ശേഷം മമ്മിയൂരപ്പനെ തൊഴുവാനായി മമ്മിയൂർക്ക് പോയി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനവും കഴിച്ച ശേഷം ഞങ്ങൾ റൂമിലെത്തി ഫ്രഷപ്പായി വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് യാത്ര പറയാൻ അടുത്ത വരവിനായി ഇതോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. കുറേ നല്ല ഓർമ്മകളുമായി ഞങ്ങൾ വീട്ടിലേക്ക്.